ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. മാത്രമല്ല നാളെ ആടി വെള്ളി അല്ലെങ്കിൽ കർക്കിടക വെള്ളിയാഴ്ച ദിവസവും അഷ്ടമി തിഥിയും ചേർന്ന് വരുന്ന ദിവസം കൂടിയാണ്. ഈ ഒരു ദിവസത്തിലാണ് നമ്മുടെ ഓഗസ്റ്റ് 1-ാം തീയതിയും ആരംഭിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ കൈകളിലും ഒരു മാസം മുഴുവൻ പണം നിരന്തരമായി തങ്ങി നിൽക്കുവാനും പാഴ്ചിലവുകൾ ഇല്ലാതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യതകൾ കുറഞ്ഞു കിട്ടുവാനും വേണ്ടി നമ്മൾ ഈ ഒരു മാസം മുഴുവൻ രാവിലെ ഉണർന്നതും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഇത് ഒരു മന്ത്രമാണെങ്കിൽ പോലും ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്ന ഒന്നാണ്. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഒരു മാസം മുഴുവൻ നിങ്ങൾ തുടർച്ചയായിട്ട് രാവിലെ 27 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക. തീർത്താൽ തീരാത്ത പണം പ്രശ്നങ്ങളിൽപ്പെട്ട് സങ്കടപ്പെടുന്നവർ, വാങ്ങിയ പണം തിരികെ കൊടുക്കാനാകാതെ വിഷമിക്കുന്നവർ, ലോണ് കെട്ടണം, EMI കെട്ടണം, മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയതുണ്ട്, അതിൻ്റെ പലിശ തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചിലവുകൾ വർദ്ധിച്ചു വരികയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. എത്ര തന്നെ പണം നമ്മുടെ കൈകളിൽ വന്നാലും മാസത്തിൻ്റെ 10-ാം തീയതിക്കുള്ളിൽ തന്നെ എത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാണെങ്കിലും അവരുടെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആയാലും പോലും മാസ അവസാനമാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു 10-15 ദിവസമാകുന്നതിന് മുന്നേ 1 രൂപ പോലും നമ്മുടെ അക്കൗണ്ടുകളിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എത്ര തന്നെ സേവിങ്സ് ചെയ്യണമെന്ന് വിചാരിച്ചാലും സാധിക്കുന്നില്ല. 1 രൂപ ചിലവിന് 10 രൂപ ചിലവായി പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ ചിലവുകളെ നിയന്ത്രിക്കുന്നത് എന്നെനിക്ക് അറിയുന്നില്ല. ഓരോ ദിവസവും ജീവിതം വളരെ ദുഃഖകരമായ ഒരു പാതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവർ തീർച്ചയായും നാളെ 1-ാം തീയതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. അതിനോടൊപ്പം ഈ ഒരു മാസം മുഴുവൻ ഈ ഒരു മന്ത്രവും ജപിച്ചു നോക്കുക. നിങ്ങൾ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് നല്ല ഒരു മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യം. ആദ്യം തന്നെ പറയാം, നാളെ വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന ഈ മന്ത്രം ആദ്യം 27 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. മന്ത്രം ഇതാണ്: കുബേര സമ്പത്ത് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, കുബേര സമ്പത്ത് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നിങ്ങനെ നമ്മൾ 27 പ്രാവശ്യം തന്നെ പറയാവുന്നതാണ്. ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു 5 രൂപ നാണയം നമ്മുടെ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വയ്ക്കാം. രാവിലെ ഉണർന്നതും നമ്മൾ ആദ്യം ഈ നാണയത്തൊട്ടെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് 27 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ നാണയത്തൊട്ട് നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ തലയണയ്ക്ക് താഴെ വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ നാണയത്തൊട്ട് പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ കുബേര സമ്പത്ത് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന വാക്ക് പറയുമ്പോൾ വീണ്ടും എടുത്ത് കയ്യിൽ വെച്ച് 27 പ്രാവശ്യം പറഞ്ഞ് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ഈ 5 രൂപ നാണയം വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരു മാസം മുഴുവൻ ഈ ഒരു നാണയത്തൊട്ട് കൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം നിത്യവും 27 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ നാളത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിവതും കുളിച്ച് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക. അത് എങ്ങനെയുള്ള ദീപമാണെന്നാൽ ഒരു തട്ടം എടുക്കുക. ആ തട്ടത്തിൽ കല്ലുപ്പ് നിരത്തി വെച്ച് ആ കല്ലുപ്പിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് വീണ്ടും അതിന് മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയിട്ട് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ഉപ്പു ദീപം തെളിയിക്കുക. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ പൂജകൾ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു വഴിപാട് രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നാളെ അഷ്ടലക്ഷ്മികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ദീപം തെളിയിക്കുവാനായിട്ട് പറയുന്നത്. ഈ ദീപം തെളിയിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം മഹാലക്ഷ്മി ദേവ്യൈ നമഃ, ഓം ശ്രീം മഹാലക്ഷ്മി ദേവ്യൈ നമഃ എന്നുള്ള മന്ത്രം 108 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇങ്ങനെ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാം. ഇത് പൂജകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നാളെ മറക്കാതെ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള സമയത്ത് നമ്മൾ വീട്ടിലേക്ക് ഒരു കവർ കല്ലുപ്പ് വാങ്ങിക്കൊണ്ട് വരേണ്ടതാണ്. നമ്മുടെ നാളത്തെ ആദ്യത്തെ ചിലവ് എന്ന് പറയുന്നത്
കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മുല്ലപ്പൂവ് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം. അപ്പോൾ നാളെ നമ്മൾ കല്ലുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാം. ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ സാധാരണ എല്ലാ ജോലികളും നമ്മൾ നോക്കാവുന്നതാണ്. ഇതെല്ലാം നാളെ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. പക്ഷേ കുബേര സമ്പത്ത് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നുള്ള വാക്ക് നമ്മൾ ഈ മാസം മുഴുവൻ ചൊല്ലേണ്ടതാണ്. അതും 5 രൂപ നാണയം കയ്യിൽ വെച്ചായിരിക്കണം ജപിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ നമ്മുടെ കൈകളിൽ കുറച്ച് കറുകപ്പട്ടയുടെ പൊടി ഇട്ട് നമ്മൾ അതിനൊന്ന് സ്ക്രബ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്നും വീടിനകത്തേക്ക് ഈ പൊടി ഒന്ന് ഊതി വിടുകയോ ചെയ്യുന്നത് ധനസമൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കുന്ന മെത്തേഡാണ്. ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ താന്ത്രികങ്ങളാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മളിലേക്ക് നമ്മുടെ പണവരവ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു അത്ഭുത താന്ത്രികങ്ങളിൽ പെടുന്നവയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ സാധാരണ ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ ചെറിയ ചെറിയ താന്ത്രികങ്ങളും വഴിപാടുകളും മന്ത്രജപങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് നല്ല ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് നാളെ രാവിലെ കല്ലുപ്പിന് മുകളിൽ ദീപം തെളിയിക്കുവാനായിട്ട് പറയുന്നത്. ഇനി നാളെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം മുഴുവൻ 5 രൂപ നാണയം വെച്ച് ഈ മന്ത്രങ്ങളും ജപിച്ചു കഴിഞ്ഞാൽ ആ 5 രൂപ നാണയം നമ്മൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ എപ്പോഴാണോ ഈ മന്ത്രം നമ്മൾ രാവിലെ ഉണർന്നതും ചൊല്ലുന്നത്, അതിനുശേഷം ഇതിനെ നമുക്കെടുത്ത് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളിലെ ക്യാഷ് ബോക്സുകളിൽ സൂക്ഷിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെയാണോ 10 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും എടുത്തു വെക്കുന്നത് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഈ 5 രൂപ നാണയത്തെ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുന്നുവോ അപ്പോൾ അവിടത്തെ കാണിക്ക വഞ്ചിയിൽ ഈ 5 രൂപ നാണയം സമർപ്പിക്കാം. ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മഹാലക്ഷ്മി ദേവിയുടെയോ അല്ലെങ്കിൽ വെങ്കടാചലപതി ഭഗവാന്റെയോ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അവിടത്തെ കാണിക്ക വഞ്ചിയിലാണെങ്കിലും ഈ 5 രൂപ നാണയം സമർപ്പിക്കാവുന്നതാണ്. 5 രൂപ എന്ന് പറയുന്നത് കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ കുബേര ഭഗവാന്റെ വഴിപാട് ചെയ്യുന്ന സമയത്ത് 5 രൂപ കോയിൻസ് കൊണ്ട് വഴിപാട് ചെയ്യുവാനായിട്ട് പറയുന്നത്. കൂടാതെ പഞ്ചഭൂതങ്ങളുടെയും അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് ഈ 5 എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 5 രൂപ നാണയം നമ്മുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ധന തടസ്സങ്ങൾ ഇല്ലാതാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പണം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മൾ നമ്മുടെ ജീവിതം എത്ര ഉയർച്ചയിലേക്ക് എത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഉയർച്ചയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചു ഈ നാണയം കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളെ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. നാളെ കാലത്ത് നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ നാളെ മുഴുവനായിട്ടെങ്കിലും ദേഷ്യപ്പെടാതിരിക്കുവാനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലോട്ട് കടത്തി വിടുവാനോ ശ്രമിക്കരുത്. നമ്മൾ എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ സമാധാനത്തോടുകൂടി നേരിടുവാൻ പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിന് പെട്ടെന്ന് പ്രതികരിക്കണം എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ തന്നെ പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തികൾ അത് നമ്മളെ ദേഷ്യപ്പെടുത്തുവാനാണ് തമാശയ്ക്കാണെങ്കിൽ പോലും പറഞ്ഞത് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയാണ് ചെയ്യുന്നത്. കാരണം BP പെട്ടെന്ന് തന്നെ നമുക്ക് റേസ് ആവുകയും നമുക്ക് അത് മുഖാന്തരം പല പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നാളെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുത്. മാത്രമല്ല നാളെ കഴിവതും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവിക കഥകളെ കേൾക്കുവാനുമായിട്ട് സമയം മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. നാളെ നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഇതെല്ലാം തന്നെ പുണ്യപ്രവർത്തികളാണ്. നമ്മൾ നമുക്കറിയാതെ തന്നെ ചെയ്യുന്ന ഈ പ്രവർത്തികളിലൂടെ നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ പതുക്കെ പതുക്കെ അലിഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു മരം വളർത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ സ്നേഹത്തോടെ ലാളിച്ച് വെള്ളമൊഴിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൽ കുറേ കായ്കൾ
കായ്ക്കുകയും അത് പഴങ്ങളാവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിശന്നു വരുന്ന ഏതോ ഒരു റോഡിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിലും അതിൽ നിൽക്കുന്ന ആ ഒരു പഴം വലിച്ചു കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഈ രീതിയിലാണ്, നമുക്കറിയാത്ത രീതിയിലാണ് അലിഞ്ഞില്ലാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ തന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്കറിയാം, നിങ്ങളെ കൊണ്ട് ആകുന്ന വിധത്തിൽ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മപാപ ഫലങ്ങൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തുള്ളവരുടെ ദോഷങ്ങളും മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നാളെ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ഈ മാസം മുഴുവൻ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.